കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിച്ച സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ആലുവയിൽ ഉജ്ജ്വല സ്വീകരണം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലുവയിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിച്ച സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ സ്വീകരണ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു കേരളം ഉണ്ടാവണം, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളം, വിലക്കയറ്റമില്ലാത്ത ഒരു കേരളം, തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു കേരളം, ജനങ്ങൾക്ക് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളം. ആ കേരളത്തിന് വേണ്ടിയാണ് UDF നിലകൊള്ളുന്നത്. ചടങ്ങിൽ ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. കർണാടക മന്ത്രി KJ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. MP-മാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ജെബി മേത്തർ, MLA-മാരായ T സിദ്ദീഖ്, റോജി M ജോൺ, മാത്യു കുഴൽനാടൻ, TJ വിനോദ്, എൽദോസ് കുന്നപ്പള്ളി, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ TU രാധാകൃഷ്ണൻ, BA അബ്ദുൽ മുത്തലിബ്, നെയ്യാറ്റിൻകര സനൽ, അജയ് തറയിൽ, ഷാനിമോൾ ഉസ്മാൻ, ദീപ്തി മേരി വർഗീസ്, MO ജോൺ എന്നിവർ സംസാരിച്ചു. എന്ത് ധിക്കാരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മന്ത്രിക്കുണ്ടോ? ഏതെങ്കിലും മന്ത്രിക്ക്, നരേന്ദ്രമോദിക്ക് പോലും പിണറായി വിജയന്റെ ഈ പച്ചയായ ധിക്കാരം അദ്ദേഹത്തിന് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹവും ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതിക്ക് പോലും കാണാത്ത ധിക്കാരത്തിന്റെ പ്രതീകമാണ് ശ്രീ പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.